ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാലിന് വയ്യാന്ന് പറഞ്ഞ അമ്മ ഡോഗിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അവളും ഒരു മകനാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. ബാക്കി രണ്ടുപേരെ അവരുടെ തന്നെ ഫാമിലേക്ക് ആക്കി. 3 മാസമായ കുഞ്ഞുങ്ങളാണ്. നമ്മൾ അഡോപ്ഷൻ പോസ്റ്റ് ഇട്ടെങ്കിൽ ആരും വന്നില്ല. പിന്നെ ഇവർക്ക് ഞാനിവിടെ ഭക്ഷണം എത്തിച്ച് കൊടുക്കുന്നുണ്ട്. തൽക്കാലം അവരെ ഈ പരിസരത്ത് നിർത്തിയേക്കുന്നതാണ്. അമ്മ ഡോഗിനെ ബന്ധീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് നമുക്കൊരു സഹായം ഇവിടെ നിന്നും കിട്ടിയില്ല. തൃശ്ശൂർ മാള ഭാഗത്താണ് ഇവരുള്ളത്. ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സഹായിക്കുക. ഇവരെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വന്ധീകരിക്കാൻ പലരെയും സമീപിച്ചെങ്കിലും ഒന്നും ശരിയായിട്ടില്ല. ആർക്കെങ്കിലും അതിനുള്ള അറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സഹായിക്കാനായാലും എന്തിനായാലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കണം. പിന്നെ ഈ കുഞ്ഞുമോന് നമ്മൾ അഡോപ്ഷൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവന് 3 മാസം കഴിഞ്ഞതാണ്. മെയിലാണ്. പിന്നെ അമ്മ ഡോഗിൻ്റെ കാലിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചായിരുന്നു. വിഷമിക്കേണ്ട, അമ്മയ്ക്ക് മരുന്ന് നമ്മൾ മെലോബെസ്റ്റിൻ എന്ന മരുന്ന് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് കുറവായിട്ട് വരുന്നുണ്ട്. പലരും ആശങ്ക കാണിച്ച് മെസ്സേജ് ഇട്ടിരുന്നു. ആരും വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ അവരെ സ്നേഹിക്കുന്നതും അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്നതുമാണ്. ആരും വിഷമിക്കേണ്ട. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളും മരുന്നും ഭക്ഷണവും എല്ലാം തന്നെ നമ്മൾ എത്തിക്കുന്നുണ്ട്. അമ്മ കഴിക്കട്ടെ ഉണ്ണിയെ. അമ്മക്ക് കഴിക്കാൻ കൊടുക്കില്ല അല്ലേ? കുറുമ്പനാണ് നീ, കുറുമ്പൻ കേട്ടാ. എന്താ അമ്മക്ക് കഴിക്കാൻ കൊടുക്കാത്ത ഉണ്ണിയെ? വെള്ളം ഇല്ലേ? വെള്ളം കുടിച്ചോടെ. വെള്ളം വേണം. പോണ്ടാ, കാലിൻ്റെ മാറിയില്ലല്ലേ മോളുടെ? ഇവൻ ഭയങ്കര കൊതിയച്ചാരൻ ട്ടാ. അമ്മയ്ക്ക് കൊടുക്കാതെ എല്ലാം ഒറ്റയ്ക്ക് തിന്നും കക്ഷി. ഇനി നമുക്ക് നമ്മുടെ ചോട്ടുമോൻ്റെ അടുത്തിട്ട് പോവാം. ചോട്ടുമോന് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ചോട്ടുമോൻ്റെ അടുത്ത് പോകുന്നില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നമ്മൾ ചോട്ടുമോൻ്റെ അടുത്ത് പോണത്. പാവം, അവനെ കാലിന് ചെറിയൊരു വയ്യാകിയുണ്ട്. ബാക്കിയെല്ലാം കൊണ്ടും അവൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ ഒത്തിരി ഉണ്ട്. അവരുടെ കാര്യത്തിലാണ് കുറച്ചും കൂടി ആശങ്ക. ആരും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. പല സ്ഥലത്തും കുഞ്ഞുമക്കളുണ്ട്, 4ഉം 5ഉം. എല്ലാവരും അവിടെ തന്നെയാണ്. ഫീമെയിലാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആരും കൊണ്ടുപോകാത്തത്. നമ്മൾ ഭക്ഷണവും വെള്ളവും എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ഷെൽട്ടർ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് മനസ്സിലായോ നിനക്കെന്നെ? ചോട്ട് മണപ്പിച്ചൊക്കെ നോക്കി. ക്ഷീണിച്ചാ ചോട്ടുവോ? സുഖമായിട്ടിരിക്കണ? ഞാൻ പോട്ടെ ചോട്ടുവോ? ചോട്ടുവോ? ടാറ്റന്നേ, ടാറ്റ.